കോൺഗ്രസിനുള്ളിൽ നിന്നുയർന്ന വിമർശനമാണ് കോൺഗ്രസ് മൃദു ഹിന്ദുത്വം പയറ്റുന്നു എന്ന്. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്? അതായത് കോൺഗ്രസ് നിങ്ങളോട് ഏറ്റുമുട്ടുന്നത് നിങ്ങളുടെ അതേ ആയുധം കുറച്ചുകൂടി മൂർച്ച കുറഞ്ഞ അവസ്ഥയിൽ കൈവശം വെച്ചുകൊണ്ടാണ് എന്നുള്ളതാണോ നിങ്ങൾ കാണുന്നത്? ഈ ഹിന്ദുത്വം, മൃദു ഹിന്ദുത്വം, ഹാർഡ് ഹിന്ദുത്വം, അങ്ങനൊന്നും ഹിന്ദുത്വത്തിനില്ല. ഹിന്ദുത്വം ഒന്നേ ഉള്ളൂ, അത് ഈ നാടിൻ്റെ പാരമ്പര്യമാണ്. അതിൽ എല്ലാ അർത്ഥതലങ്ങളിലുമുള്ള വികാരങ്ങളുണ്ട്. സാമദാന ഭേദദണ്ഡ കാഴ്ചപ്പാട് ഹിന്ദുത്വത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അത് ഇവിടുത്തെ പരമ്പരയുടെ കാഴ്ചപ്പാടാണ്. ഗുരുവചനം നൽകി ശിഷ്യന്മാരേക്ക് ബോധനം ചെയ്ത സന്യാസി വര്യരുടെ പാരമ്പര്യമാണ് ഹിന്ദുത്വത്തിൻ്റെ പാരമ്പര്യം. പക്ഷെ അതേ സമയത്ത് അധർമ്മത്തിനെതിരെ സ്വന്തം ചക്രായുധമെടുത്ത ശ്രീകൃഷ്ണൻ്റെ പാരമ്പര്യവും ഹിന്ദുത്വമാണ്. അതുകൊണ്ട് ഹിന്ദുത്വത്തിൽ ഹാർഡ് സോഫ്റ്റ് എന്നൊന്നില്ല, ഹിന്ദുത്വം ഒന്നേ ഉള്ളൂ. ഇവിടെ ഹിന്ദുത്വത്തിൻ്റെ ഹാർഡ്നെസ് അല്ല, ഹിന്ദുത്വത്തിൻ്റെ സോഫ്റ്റ്നെസ്സുമല്ല. കോൺഗ്രസ് നടത്തുന്നത് രാഷ്ട്രീയ തട്ടിപ്പിൻ്റെ ഹാർഡ്നെസ്സാണ്. BJP രാഷ്ട്രീയ തട്ടിപ്പുമായിട്ടല്ല ഹിന്ദുത്വത്തെ കാണുന്നത്. ഞങ്ങൾ ഹിന്ദുത്വത്തെ കാണുന്നത് ഭാരതത്തിൻ്റെ പാരമ്പര്യം, ഭാരതത്തിൻ്റെ സംസ്കാരം, ഭാരതത്തിൻ്റെ ദേശീയത. അതിൽ മതമില്ല, അത് മതമല്ല. മതവും സംസ്കാരവും രണ്ടാണ്. രാമജന്മഭൂമി പ്രക്ഷോഭമൊക്കെ വരുന്നത്, രാമജന്മഭൂമി പ്രക്ഷോഭം BJPയുടെ കാഴ്ചപ്പാടൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ്, കഴിഞ്ഞ 5 നൂറ്റാണ്ടായി രാമജന്മഭൂമി പ്രക്ഷോഭം നടക്കുകയാണ്. ആ പ്രക്ഷോഭം സരയുവിൽ നിന്ന് രാമജന്മഭൂമിയിൽ സ്ഥാപിക്കാനുള്ള പ്രക്ഷോഭമാണ്. അത് അക്ബറിനെതിരെ ഉണ്ടായിരുന്നു, അത് ബാബറിനെതിരെ ഉണ്ടായിരുന്നു, അത് ഔറംഗസീബിനെതിരെ ഉണ്ടായിരുന്നു, അത് ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായിരുന്നു, അത് 47-ന് ശേഷം വീണ്ടും നിരന്തരമായി അന്നത്തെ ഗവൺമെൻറ്റിനെതിരെ ഉണ്ടായിരുന്നു, അത് തുടർന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഭാരതത്തിൻ്റെ പാരമ്പര്യം ഹിന്ദുത്വമാണെന്നും ആ പാരമ്പര്യമാണ് ഭാരതത്തിൻ്റെ ദേശീയതയെന്നും, ഹിന്ദുത്വം എന്ന് പറയുന്നത് മതമല്ലെന്നും, മതം എന്ന് പറയുന്നത് പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ് പോലെയാണെന്നും, സ്വന്തം പല്ല് ആർക്കൊക്കെ ഉണ്ടോ അവർക്കെല്ലാം സ്വന്തം ബ്രഷാണെന്നും, ശിവനെ പൂജിക്കുന്ന ശൈവമതവും ശക്തിയെ പൂജിക്കുന്ന ശക്തേയ മതവും വിഷ്ണുവിനെ പൂജിക്കുന്ന വൈഷ്ണവ മതവും സരസ്വതിയെ പൂജിക്കുന്ന സാരസ്യ മതവും ആരെയും പൂജിക്കാത്ത ചാർവാക മതവും ബുദ്ധനെ പൂജിക്കുന്ന ബുദ്ധമതവും ജൈനനെ പൂജിക്കുന്ന ജൈന മതവും ക്രിസ്തുവിനെ പൂജിക്കുന്ന ക്രിസ്തു മതവും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഇസ്ലാം മതവും, ഇതെല്ലാം തന്നെ ഹിന്ദുത്വത്തിൻ്റെ, ഭാരതത്തിൻ്റെ സാംസ്കാരിക പരമ്പരയുടെ, സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ അവിഛിന്നങ്ങളായ ഉദാഹരണങ്ങളാണ്. ഇതൊന്നും മതം എന്ന് പറയുന്നത് ഇതൊക്കെ വ്യത്യസ്തമാണെങ്കിലും ഇതിനെയെല്ലാം സമാഹരിക്കുന്ന സമുച്ചയമായ പാരമ്പര്യമാണ് ഹിന്ദുത്വം. അത് മതമല്ല. അതാണ് ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ് എന്ന് സുപ്രീം കോടതി പറഞ്ഞത്. ആ സുപ്രീം കോടതി പറഞ്ഞ അതേ കാഴ്ചപ്പാടിലാണ് BJP. അതുകൊണ്ട് ശ്രീരാമൻ അത് മതത്തിൻ്റെ ചിഹ്നമല്ല. ശ്രീരാമൻ ദേശീയതയുടെ പ്രതീകമാണ്. എന്തുകൊണ്ടാണ് ദേശീയയുടെ പ്രതീകമാകുന്നത്? ലങ്ക സ്വർണ്ണമയി രാമ എന്ന് ലക്ഷ്മണൻ പറഞ്ഞപ്പോൾ രാമൻ പറഞ്ഞു രാമായണത്തിൽ, ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. ജനനീ ജന്മഭൂമിശ്ച, സ്വന്തം നാടിന് മാതൃത്വത്തോടു കൂടിയുള്ള സ്വന്തം നാടിൻ്റെ പാരമ്പര്യവും സ്വന്തം നാടാണ് ലോകത്തിലെ മറ്റേതിനേക്കാൾ മഹത്വരം. ആ കാഴ്ചപ്പാടാണ് BJPക്ക്. ആ കാഴ്ചപ്പാട് കോൺഗ്രസിനില്ല. കോൺഗ്രസിന് സ്വന്തം നാടിനെ അതിൻ്റെ പാരമ്പര്യത്തിലും സംസ്കാരത്തിലും സവിശേഷമായ സങ്കല്പത്തിൽ അധിഷ്ഠിതമായിട്ടല്ല കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാട്. സ്വന്തം മാതൃരാജ്യം എന്ന കാഴ്ചപ്പാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. അതുകൊണ്ട് 17ആയി വിഭജിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു. ഈ ഭാരതത്തെ 2ആയി വിഭജിക്കാൻ കൈ ഉയർത്തിയതിൽ ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭാരതത്തിൻ്റെ ആ ഒരു വിരാടമായ രൂപത്തെ, മാതൃഭൂമിയെ ആ രീതിയിൽ കാണാൻ അവർക്ക് കഴിയുന്നില്ല. അവരുടെ ദേശീയത എന്ന് പറയുന്നത് ഞാനൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ പ്ലീസ്, അതിനൊന്ന് പൂർത്തിയാക്കട്ടെ. അതുകൊണ്ട് ഈ ഭാരതത്തിൻ്റെ പാരമ്പര്യത്തെ സംരക്ഷിക്കലാണ്, ഭാരതത്തിൻ്റെ പാരമ്പര്യമാണ് ദേശീയത എന്ന പ്രഘോഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. അതിനകത്തൊരു കോംപ്രമൈസുമില്ല. ഇപ്പം നേരത്തെ പ്രകാശം മാഷ് പറഞ്ഞത് കേട്ടു, രാമൻ്റെ വിഗ്രഹം സരയൂൽ എറിയണമെന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞു എന്ന്. ഞാൻ കേട്ടതാണ്.
അദ്ദേഹം അങ്ങനെ പറഞ്ഞതായിട്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ വിഡ്രോ ചെയ്തോളൂ. ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോഴാണ് ഇത് കേട്ടത്. അപ്പോൾ സരയൂ നദിയിൽ രാമൻ്റെ വിഗ്രഹം വലിച്ചെറിയണമെന്ന് ജവഹർലാൽ നെഹ്റു പറയുമോ? അങ്ങനെ പറയുന്ന ഒരു നെഹ്റുവിനെ നമുക്ക് മതേതര നെഹ്റു എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അന്ന് ഒന്നുകിൽ അദ്ദേഹം മതത്തിനെതിരാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഹിന്ദു സമൂഹത്തിനെതിരാണ്, അല്ലെങ്കിൽ അദ്ദേഹം രാമനെതിരാണ്. പൂർത്തീകരിച്ചില്ല. അത് ദീർഘമാണ്. ഒരു വരി കൂടെ ഉള്ളൂ. ഇല്ല, ഞാൻ ദീർഘത്തിലേക്കൊന്നും പോകുന്നില്ല. സണ്ണിക്കുട്ടി പറഞ്ഞതിനൊരു മറുപടി പറയണമല്ലോ. അദ്ദേഹം പറഞ്ഞു BJPക്ക് ലെഗസി ഇല്ല. സണ്ണിക്കുട്ടിയോട് എനിക്ക് വിനീതമായി പറയാൻ ആഗ്രഹിക്കുന്നു, 1980-ലാണ് BJP ഉണ്ടായത്. അതിനുശേഷം അതിനു മുമ്പ് ജനസംഘമായിരുന്നു. ജനസംഘത്തിൻ്റെ ലെഗസി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഞങ്ങളുടെ ലെഗസിയെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളുടെ ലെഗസി എന്താണെന്ന്, കോൺഗ്രസിൻ്റെ ലെഗസി എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അന്നത്തെ കോൺഗ്രസ് മരിച്ചുപോയി, അതിനെ പിരിച്ചുവിടണമെന്ന് ഗാന്ധിജിയെ പറഞ്ഞതാണ്. പക്ഷെ ചോദ്യം ഇത് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്. രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ കയ്യിലുള്ളൊരു സാധനം കാണിച്ചതെന്ന് ഞാൻ നിർത്തുകയാണ്. കാശ്മീരിലെ അബ്ദുള്ള പറയുന്നു, അതാണ് ഫറൂഖ് അബ്ദുള്ള പറയുന്നു, ശ്രീരാമൻ ഭാരതത്തിൻ്റെ പ്രതീകമാണ്, ഇന്ത്യയുടെ പ്രതീകമാണ്. അത് ഹിന്ദുക്കളുടെ എന്ന് മാത്രമല്ല, അത് ഇന്ത്യയുടെ പ്രതീകമാണ്. അതുകൊണ്ട് അങ്ങയുടെ ആദ്യത്തെ അവസരമായതുകൊണ്ടാണ് ഞാൻ ഇടപെടാതിരുന്നത്. എന്നിരുന്നാലും ഞാൻ അങ്ങയുടെ ഒരു ചോദ്യം കൂടി ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇനിയും അങ്ങേക്ക് തന്നെ അവസരം നൽകുന്നത് മറ്റുള്ളവരോട് കാണിക്കുന്ന മോശമാകും എന്നുള്ളതുകൊണ്ട് മറ്റതിലേക്ക് പോവാണ്.